ആരെങ്കിലും കാണുമ്പോൾ എൻ്റെ ബാക്കിൽ വന്നിരിക്കുക, ടേബിളിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുക, ബാക്ക് പോവുക, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഹായ്, ഞാൻ റീഹാന. ഞാൻ അസാൻ്റെ ഉമ്മയാണ്. എനിക്ക് സ്പീച്ച് ഡിലേ ആയതുകൊണ്ടാണ് ഞാൻ അക്കര ഫൗണ്ടേഷനിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ ഒക്യുപ്പേഷൻ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നീ തെറാപ്പികളാണ് ചെയ്യുന്നുള്ളത്. അവൻ്റെ ഒക്യുപ്പേഷൻ തെറാപ്പിസ്റ്റ് കൗസല്യ മാം ആയിരുന്നു. എനിക്ക് അറ്റൻഷൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അവന് നമ്മൾ പറഞ്ഞൊന്നും ശ്രദ്ധിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിട്ട് നമ്മളെന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ അവൻ എടുത്ത് അങ്ങനത്തെ ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ നോക്കി നിൽക്കുക ചെയ്യുക. അതുപോലെ തന്നെ അവൻ്റെ ബ്രഷിങ് ആണെങ്കിലും ബാത്റൂമിൽ മെയിൻ പ്രശ്നം ഉണ്ടായിരുന്നത്. ഡ്രസ്സ് ഇടുന്നതാണെങ്കിലും ബട്ടൺസിങ്ങിനാണെങ്കിലും ചെരുപ്പ് അങ്ങനത്തെ അവൻ്റെ ഒരു കാര്യമൊന്നും മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സ്വന്തമായിട്ട് കുട്ടികളപ്പരം അവന് ഒന്നിച്ചിട്ട് കളിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അതിൽ തന്നെ പുറത്തൊന്നും പോയി കളിക്കൂല. എവിടെ പോകാനും വരാനും ഒന്നും അങ്ങനത്തെ ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവന് സ്വന്തമായിട്ട് അവന് ബ്രഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്നോട് രാവിലെ എണിച്ചിട്ട് വന്നിട്ട് ചോദിക്കും, ബ്രഷ് എടുത്തു, പേസ്റ്റ് എടുത്തു. അതുപോലെ തന്നെ ബട്ടൺസിങ്ങും ഡ്രസ്സെല്ലാം സ്വന്തമായിട്ട് പോയിട്ട് ഇടും. ചെരുപ്പവും സ്വന്തമായിട്ട് തന്നെ ഓൻ ചെരുപ്പെല്ലാം ഇടുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നത് ഓൻ തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മൾ കൊടുത്തെങ്കിൽ ഓൻ തന്നെ ഇരുന്നിട്ട് മര്യാദയ്ക്ക് ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. ഒക്യുപ്പേഷൻ തെറാപ്പി കാരണം ഇപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. ആദ്യം വന്ന സമയത്ത് അത് തന്നെ സ്പീച്ചിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 1-2 വാക്ക് അവൻ കൂട്ടി പറയുന്നുണ്ടായിട്ടുള്ളൂ. ശരിക്കും അവൻ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇങ്ങോട്ട് നമ്മളോട് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്, അതെന്തുമ്മ ഇതെന്തുമ്മ ചോദിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. 3-4 വാക്ക് അവന് കൂട്ടി പറയുന്നുണ്ട് നല്ലോണം. ഈ മാറ്റത്തിനുള്ള റീസണ് ശരിക്കും വൈശാഖ് സാറാണ് സ്പീച്ചിൽ നല്ല മാറ്റം കൊണ്ടുവന്നത്. എന്നെ വൈശാഖ് സാറിന് ഞാൻ നന്ദി പറയുന്നു. അസാന്റെ ബിഹേവിയർ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പാർട്ടായിരുന്നു. ബിഹേവിയറിൽ നല്ല ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അക്കര ഫൗണ്ടേഷനിൽ വന്നതിന് ശേഷം സൈക്കോളജിസ്റ്റ് ആയ ഷെയ്മ മാമിന്റെ ഗൈഡൻസ് കാരണം എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ആരെങ്കിലും കാണുമ്പോൾ എൻ്റെ ബാക്കിൽ വന്നിരിക്കുക, ടേബിളിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുക, ബാക്ക് പോവുക, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ എല്ലാവരോടും സംസാരിക്കുന്ന ഹായ്, ബായ്, ഗുഡ് മോർണിംഗ് എല്ലാം അവൻ പറയുന്നുണ്ട്. കണ്ണ് നോക്കി സംസാരിക്കുന്നുണ്ട്. എല്ലാവരും ചോദിച്ചതിന് മറുപടി പറയുന്നുണ്ട്. ആദ്യമൊന്നും അങ്ങനെ ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഭയങ്കര ഇഷ്ടത്തോടെ അവന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കി എടുത്തിട്ട് അവൻ ചെയ്യുന്നുണ്ട്. അത് തന്നെ പഠന കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എഴുതാനോ കളറിങ് തിരിച്ചറിയാനോ പറയാനോ ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവനെ സ്പെഷ്യലിലേക്ക് റെഫർ ചെയ്തത്. അതിനുശേഷം നല്ല മാറ്റമുണ്ട്. ഇപ്പൊ അവന് പെൻസിൽ വെച്ച് എഴുതാനും കളറിങ് തിരിച്ചറിയാനും പറയാനെല്ലാം അവൻ അറിയുന്നുണ്ട്. പഠന കാര്യത്തിനെല്ലാം ഇപ്പൊ നല്ല താല്പര്യം കാണിക്കുന്നുണ്ട്. അതിനൊക്കെ ഹെൽപ്പ് ചെയ്തത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അനർഗ മേമാണ്. അസാം വന്നതിനേക്കാളും ഇപ്പൊ നല്ല മാറ്റമാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നല്ല ഇമ്പ്രൂവ്മെന്റ്, എല്ലാ കാര്യത്തിനും നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അതിന് ഹെൽപ്പ് ചെയ്ത എല്ലാ തെറാപ്പിസ്റ്റുകൾക്കും അക്കര ഫൗണ്ടേഷന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.